പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഓഗസ്റ്റ് 19 ബുധനാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുന്നു. കർത്താവ്, ഈ പ്രഭാതത്തിലെ അങ്ങയുടെ മക്കളെ കാത്തു കൊതിച്ചിരിക്കുകയാണ് ഈശോയെ, നിന്റെ വലതുകരത്തിൻ്റെ ഒരാശീർവാദം കിട്ടാൻ വേണ്ടി. കർത്താവ്, ഇന്ന് യാത്രയ്ക്ക് ഒരുങ്ങുന്ന ഓരോ മക്കളുണ്ട്. ഓരോ ഉദ്യമങ്ങളിലൂടെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പോണവരുണ്ട്. ഓരോ ലക്ഷ്യങ്ങൾ മനസ്സിൽ വെച്ച് പോകുന്നവരുണ്ട്. കർത്താവേ, നിന്റെ തിരുമുറുവാർന്ന് ആണിപ്പെടുതാന്ന് വലതുകരം മക്കളുടെ ശിരസ് വെക്കണമേ. അവർ പോകുന്നിടത്തേക്കല്ല, നീ പോകുന്നിടത്തേക്കെല്ലാം ഞാൻ നിൻ്റെ കൂടെ വരുമെന്ന് കർത്താവ് അങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ ഈശോയെ. അങ്ങയുടെ സഞ്ചാര സാന്നിധ്യം അങ്ങയുടെ മക്കളുടെ കൂടെ ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഉദ്യോഗത്തിൻ്റെ കാര്യത്തിന് വേണ്ടി പോകുന്നവരുണ്ട്, പഠന കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട്, ജീവിത വ്യാപാരങ്ങൾക്ക് സാമ്പത്തിക കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട്, ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നത് അവരുടെ എല്ലാം കർത്താവിന് തിരുസേന സമർപ്പിക്കുന്നു. ടെസ്റ്റ്, ഇൻ്റർവ്യൂ,
പരീക്ഷ, പിന്നെ ഏജൻസി, ക്രയവിക്രയങ്ങൾ, ജീവിതമാർഗങ്ങൾ, വിദൂരയാത്രകൾ, അങ്ങനെ ബന്ധുത്വം മുറക്ക് പോകുന്ന വിവാഹയാത്രകൾ, ഈശോയെ എവിടെയെല്ലാമൊക്കെ പോകുന്നു അവിടെയെല്ലാം അങ്ങയുടെ മക്കളുടെ കൂടെ നീ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ മുഴുവൻ യാത്രകളിൽ കർത്താവ് നിൻ്റെ കൂടെ ഉണ്ടാവുകയും മാതാവ് നിൻ്റെ വലതുകരം ഗ്രഹിക്കുകയും സഞ്ചാരി മാതാവ് രാത്രി നീ തിരികെ വരുമ്പോൾ നിന്നെ ആരോഗ്യത്തോടെയും സമാധാനത്തോടെയും സുരക്ഷിതമായി ദൈവം നിന്നെ തിരികെ എത്തിക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ശ്രദ്ധിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ 3-ാം ദിവസമാണ് നമ്മൾ ഇന്ന് പറയുന്നത്. ഹെബ്രായർ 4:16 കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിന്റെ സിംഹാസനത്തെ സമീപിക്കാം. അപ്പൊ കൃപാവരത്തിന്റെ സിംഹാസനം എന്താ നമ്മൾ കണ്ടു. 2 കൊരിന്ത്യർ 1:20 സകല വാഗ്ദാനം ക്രിസ്തുവിൽ അദ്ദേഹം തന്നെയാണ്. 1-ാം ദിവസം നമ്മൾ വിശ്വാസം ഒന്ന് കണ്ടു, സമീപിക്കാനുള്ള യോഗ്യത. 2-ാമത്തെ എന്താണ്? വിശുദ്ധി. 3-ാമത്തെ എന്താണ്? മാനസാന്തരം. 3-ാമത്തെ യോഗ്യത ഇന്നത്തെ ദിവസം നമ്മൾ പറയുന്ന മാനസാന്തരത്തെക്കുറിച്ചാണ്. അതിന് ഒരു വചനം നമ്മൾ പറയേണ്ടത് 1 യോഹന്നാൻ 1:9 എടുത്തേ. എന്നാൽ നാം പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും. അപ്പൊ ഏറ്റുപറയുന്നത് പ്രധാനപ്പെട്ട വിഷയമാണ്. ആദിമകാലങ്ങളിലൊക്കെ ജനങ്ങളോട് പബ്ലിക്കായിട്ടാണ് ആൾക്കാർ പാപങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അവർക്കന്ന് അത്ര അഹങ്കാരം ഇല്ലായിരുന്നു. ജനങ്ങൾക്ക് അഹങ്കാരം കൂടിയപ്പോഴാണ് അത് കുമ്പസാരക്കൂട്ടിൽ വൈദികനോട് മാത്രം പറഞ്ഞാൽ മതി എന്നുള്ള പാരമ്പര്യം ഉണ്ടായത്. ജനങ്ങൾ പബ്ലിക്കായിട്ടാണ് പാപങ്ങൾ ഏറ്റു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ എന്താ കാര്യം? അവർക്ക് ആ ഏറ്റുപറച്ചിലൂടെ വിശുദ്ധി ലഭിക്കുമെന്നും കർത്താവുമായിട്ട് ഐക്യപ്പെടുമെന്നും സ്വർഗരാജ്യത്ത് അവകാശിയാകണമെന്നും ദൈവത്തെ കൂടെ സഞ്ചരിക്കാൻ കഴിയുമ്പോൾ അവരെന്ത് കോംപ്രമൈസിനും തയ്യാറാകും. അനുതാപത്തോടെ അവർ പബ്ലിക്കായിട്ട് താൻ ചെയ്ത തെറ്റുകൾ പറയും. പക്ഷേ കാലാന്തരത്തിലാണത് കർത്താവ് യോഹന്നാന് കൊടുത്തിരിക്കുന്ന അപ്പോസ്തലന്മാർക്ക് കൊടുത്തിരിക്കുന്ന വാഗ്ദാനമില്ലേ, നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ അവ മോചിക്കപ്പെടും എന്നുള്ള ഈ യോഹന്നാൻ 20:23 അനുസരിച്ചുള്ള വാഗ്ദാനം അനുസരിച്ചുകൊണ്ടാണ് നമ്മളിപ്പോഴേ ആ പാരമ്പര്യം ഫോളോ ചെയ്തുകൊണ്ടാണ് നമ്മൾ ക്രിസ്തുവിൻ്റെ പ്രതിനിധിയായ വൈദികനോട് ക്രിസ്തുവിൻ്റെ നാമത്തിൽ പാപങ്ങൾ ഏറ്റുപറയുന്നത്. പക്ഷേ ഏറ്റുപറയുമ്പോൾ എന്താ സംഭവിക്കണത്? എന്നാൽ നാം പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും. അപ്പൊ ഏറ്റുപറയുമ്പോൾ അനീതികളിൽ നിന്ന് നമ്മൾ ശുദ്ധീകരിക്കപ്പെടുകയാണ്. ഈശോ നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുക. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും നിങ്ങളോട് 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരം നീട്ടി വെക്കരുതേ, 2 ആഴ്ച കൂടുമ്പോൾ ഏറ്റു പറയണേ. അപ്പോൾ എന്താ, അത് നമ്മുടെ മാനസാന്തരത്തിൻ്റെ ലക്ഷ്യമാണ്. അപ്പോൾ അത് നമ്മൾ സൂക്ഷിക്കണം. അപ്പം ഞങ്ങൾ പോയി 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കണമെന്നുണ്ടെങ്കിൽ അപ്പം നിങ്ങൾക്ക് അത് ചെയ്യേണ്ടതല്ലേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.